അതിൽ തന്നെ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹാഷ്ടാഗോട് കൂടിയിട്ടാണ് കമൻസുകളെല്ലാം വരുന്നത്. ഒപ്പം എന്നെപ്പറ്റി അപകീർത്തികരമായ പലതരം വീഡിയോസും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പേടിയായി തുടങ്ങിയോ ബഹുമാനപ്പെട്ട ലക്ഷ്മിപ്രിയ ചേച്ചി? അതുകൊണ്ടാണോ സത്യമൊന്നും നീ ഇനി വിളിച്ചു പറയണ്ട, അല്ലെങ്കിൽ സംശയങ്ങളൊന്നും നീ ഇനി കൂടുതൽ ചോദിക്കണ്ട എന്നുള്ളൊരു നിലപാട് നിങ്ങൾ എടുത്തുകൊണ്ട് സൈബർ സെല്ലിൽ കൊണ്ട് കേസ് കൊടുത്തത്? കുറച്ച് ദിവസങ്ങളായിട്ട് അൻസിബ, ലക്ഷ്മിപ്രിയ, ടിനി ടോം അമ്മ എന്ന താര സംഘടനയുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് പല തെളിവുകളും പല ആളുകളും അയച്ചു തരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ പോലും നവംബർ 2 ലക്ഷ്മിപ്രിയ ചേച്ചി അങ്ങ് റാസൽ ഖൈമയിൽ ഒരു റെസ്റ്റോ ബാറിന്റെ ഉദ്ഘാടനത്തിന് പോയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ കണ്ടപ്പോൾ അത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ലക്ഷ്മിപ്രിയ ചേച്ചി 2-ാം തീയതി റെസ്റ്റോ ബാറിന്റെ ഉദ്ഘാടനത്തിനായിരുന്നോ പോയിരുന്നത് എന്നുള്ള ചോദ്യങ്ങളെ ഞാനിവിടെ ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരാളെയും അടിച്ചമർത്തി ഇല്ലാതെയാക്കി ഇങ്ങനെയാണ് എന്ന് ഞാനെങ്ങും സ്ഥാപിച്ചിട്ടില്ല. സംശയങ്ങൾ ചോദിച്ചു. ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് സംശയങ്ങൾ ചോദിക്കാൻ പാടില്ലേ? എൻ്റെ കയ്യിലേക്ക് കുറെ തെളിവുകൾ, ഈ പോസ്റ്റർ അടക്കം ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ചോദിച്ചു, ആ വീഡിയോ ഇപ്പൊ കാണുന്നില്ലല്ലോ. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ലക്ഷ്മിപ്രിയ ചേച്ചി പുറകിൽ ഇങ്ങനെ കറങ്ങി നിപ്പുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ആ വീഡിയോ ഇല്ലല്ലോ, മുക്കിക്കളഞ്ഞതാണോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാണ് ചേച്ചിക്ക് ഇത്ര അങ്ങോട്ട് വികാരഭരിതയായി ചേച്ചി ആരൊക്കെയോ ഇവിടെ തേജോവധം ചെയ്യാൻ നിൽക്കുകയാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ മാറ്റുന്നത്? അല്ല, മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ചില ആളുകളുടെ കള്ളത്തരം പൊളിയാൻ തുടങ്ങുമ്പോൾ അവർക്കൊരു ഇരിക്കപ്പുറത്ത് കിട്ടത്തില്ല. എങ്ങനെയെങ്കിലും ഒക്കെ ഇല്ലാതാക്കണം ഇത് വിളിച്ചു പറയുന്നവനെ. ആ ഒരു മൂഡിലൂടെ ചേച്ചി ഇപ്പൊ പോകുന്നത് പോലെ എനിക്ക് തോന്നി. അല്ലെങ്കിൽ എന്തിനാണ് ബഹുമാനപ്പെട്ട ലക്ഷ്മിപ്രിയ ചേച്ചി സൈബർ സെല്ലിലോട്ട് ഓടിയത്? കാരണം കുറച്ച് ദിവസമായിട്ട് ഞാനും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. എൻ്റെ നെഞ്ചത്തും കാണും, ഉറപ്പാ. നിങ്ങളെപ്പറ്റി വളരെ മോശമായിട്ട് ആരെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊട്. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആരും വളരെ മോശമായിട്ട് പറയുന്നത്. പിന്നെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ചേച്ചി നിങ്ങൾ തന്നെയാണ് കാരണം. നിങ്ങൾ പല സമയത്ത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നാട്ടുകാർ കമന്റ് ബോക്സിൽ പോലും നിങ്ങളെ അപവാദം പറയുന്നത്. ഒരു രീതിയിലുള്ള പോസിറ്റീവ് കമന്റ്സ് നിങ്ങൾക്ക് കിട്ടാത്തത്. നിങ്ങൾ തന്നെ ആദ്യമേ വന്ന് പറയുന്നു മറ്റേ 2.5 മണിക്കൂർ 1 മണിക്കൂർ 17 മിനിറ്റ് 20 സെക്കൻഡ് മാത്രമേ അൻസിബയെ സ്റ്റേഷനിൽ വിളിച്ചിരുത്തിയുള്ളൂ, അതിനുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം വന്നിട്ട് പറയുന്നു ഇല്ല 20 മിനിറ്റേ ഇരുത്തിയുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾ എന്താ നിങ്ങൾ പറയുന്നത് എല്ലാം അങ്ങ് തലയാട്ടി വിശ്വസിക്കണമെന്നാണോ? നിങ്ങൾ തന്നെ പല സമയത്ത് പലതാ പറയുന്നത്. ഇതിനെല്ലാം അപ്പുറം ഒരിക്കലും ഒരു പെൺകുട്ടിയെ അവർക്ക് നോട്ടീസ് കൊടുക്കാതെ ആ സ്റ്റേഷനിൽ വിളിച്ചിരുത്താൻ പറ്റത്തില്ല. അത് ആദ്യത്തെ കാര്യം. ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാത്തത്. പിടികിട്ടിയോ? അത് നിങ്ങൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് വിശദമായിട്ട് കാര്യത്തിലേക്കൊക്കെ പോകാൻ പ്രിയപ്പെട്ടവരെ. അതിന് മുമ്പായിട്ട് എല്ലാവരോടും ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. മിക്കവാറും നമ്മളെയൊക്കെ പൂട്ടും. ഈ അമ്മ എന്ന താര സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന അവസാനത്തെ വീഡിയോ ആയി പോകും ഇത് എന്നെനിക്ക് തോന്നുന്നു. കാരണം പൈസ ഉള്ളവരൊക്കെയാണ്, നമ്മളെയൊക്കെ തൂക്കി ചിലപ്പം എന്തും കാണിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം വീഡിയോയ്ക്ക് തരിക. ഓക്കെ, നമ്മുടെ കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. കാരണം വീഡിയോ ഒക്കെ മാക്സിമം നശിപ്പിക്കാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ കിടന്ന് കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇനി നമുക്ക് ഓരോ കാര്യത്തിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഞാൻ ഇവിടെ ഒരു പോസ്റ്റർ, ലക്ഷ്മിപ്രിയ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു പോസ്റ്റർ ഇവിടെ കാണിച്ചു തരാം. അൻസിബ തീവ്രവാദി എന്ന് ടിനി ടോം പറയുന്നത് കേട്ടു. കടവന്ത്ര പോലീസിൽ മൊഴി നൽകി നീനാക്കുറുപ്പ്. കുറെ ദിവസങ്ങളായിട്ടുള്ള എൻ്റെ ഒരു സംശയമായിരുന്നു, നീനാക്കുറുപ്പ് എന്തുകൊണ്ട് ഈ പറഞ്ഞു കേട്ടു എന്നൊക്കെ അൻസിബയാണെങ്കിലും പറയുന്നുണ്ട്, പക്ഷേ മൊഴിയായിട്ടെങ്ങും വന്ന് കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പതാ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. അൻസിബ തീവ്രവാദിയാണെന്ന് ടിനി ടോം പറയുന്നത് അവർ കേട്ടു എന്നവർ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇനിയെങ്കിലും ടിനി ടോമിനെതിരെ കേസ് ഉണ്ടാവുമോ എനിക്കറിയത്തില്ല. ഇതൊന്നുമല്ല. വളരെ വിശദമായിട്ട് തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളെല്ലാവരും ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മുടെ ശ്വേത മേനോൻ ചേച്ചി അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതിനു മുമ്പും പല ആളുകളും അവിടെ ഇരുന്നിട്ടുണ്ട്. നമ്മുടെ ഇടവേള ബാബു ഒക്കെ പല രീതിയിലുള്ള ആരോപണങ്ങൾ പുള്ളിക്കെതിരെ വന്നു. പുള്ളി അത്ര വലിയ മാന്യനായിട്ടുള്ള, എനിക്ക് അറിയത്തില്ല, എനിക്ക് പേഴ്സണലി പുള്ളി അറിയില്ല. പക്ഷേ
ആ വ്യക്തിയൊക്കെ അതിനകത്ത് നല്ല ആക്റ്റീവായിട്ട് നിന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, നിന്നിരുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഇതുപോലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടില്ല. എല്ലാം അവിടെ തന്നെ സോൾവ് ആയി പോയിട്ടുണ്ട്. ഇതിപ്പോ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു, അവിടുന്ന് ഒന്നും കിട്ടുന്നില്ല, നേരെ കോടതിയിലേക്ക് പോകുന്നു അൻസിബ. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇതിൻ്റെയൊക്കെ മൂല കാരണം ഈ AMMA എന്ന താരസംഘടനയിൽ ഇപ്പോൾ ഈ അധികാരത്തിലിരിക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാം, ഈ സെക്രട്ടറിയും പ്രസിഡന്റും അവരെ കൊണ്ടൊന്നും ഒരു കഴിവും ഇല്ലാഞ്ഞിട്ടല്ലേ? അല്ല, അത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇനി നമുക്ക് ലക്ഷ്മിപ്രിയ ചേച്ചി, ബഹുമാനപ്പെട്ട ലക്ഷ്മിപ്രിയ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളിലേക്കൊന്ന് പോകാം. പരാതി എപ്പോഴും ഉള്ളത് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് അൻസിബയുടെ കേസ് തള്ളിയതിനു ശേഷം, ഇതിൽ കഴമ്പില്ല എന്ന് തെളിഞ്ഞതിനു ശേഷം വളരെ ഭീകരമായ രീതിയിൽ സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹാഷ്ടാഗോട് കൂടിയിട്ടാണ് കമൻസുകളെല്ലാം വരുന്നത്. ഒപ്പം എന്നെപ്പറ്റി അപകീർത്തികരമായ പലതരം വീഡിയോസും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുമ്പും ഉണ്ടായിരുന്നു. ഞാൻ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ ഡിഫമേഷനൊക്കെ കൊടുക്കുകയാണ്, അപ്പം നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ പിൻവലിച്ചുകൊള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ നമുക്കൊരു മനുഷ്യന് തുറന്നു നോക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തലക്കെട്ടുകൾ ചേർത്തുകൊണ്ട് വരികയാണ്. അതിൻ്റെ അടിയിൽ മുഴുവനും ഇങ്ങനത്തെ മോശമായ കമൻസുമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കുട്ടിയെ സ്നേഹിച്ചു കൊണ്ട് നടന്നതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വേദനകളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. അതെനിക്ക് വളരെയധികം പ്രയാസമുണ്ട്. അത് ആര് ചെയ്യിപ്പിച്ചാലും കുറ്റക്കാരെ കണ്ടെത്തി അർഹമായ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പരാതി കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. ബാക്കി കേൾപ്പിക്കാം. അതിനു മുമ്പ് ഈ തലക്കെട്ട് തമ്മിലാണ് ചേച്ചി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓക്കെ, ഇല്ലാത്ത കാര്യങ്ങളൊന്നും തമ്മിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. പിന്നെ അതിന് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ 2 വീഡിയോയുടെ തമ്മിൽ അങ്ങ് മാറ്റിയിടേ. വേറൊന്നും കൊണ്ടല്ല, ഉപജീവന മാർഗ്ഗമാണ്, ഉള്ള കാര്യം പറയാലോ, അതുകൊണ്ട് മാത്രം. പക്ഷേ വീഡിയോ കളയില്ല. ആ വീഡിയോകൾ അവിടെ തന്നെ കാണും. കാരണം ആ വീഡിയോയിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് സംശയങ്ങൾ ചോദിച്ചിരിക്കുന്നു. അതിനെന്താ ഇപ്പൊ പ്രശ്നം? സംശയങ്ങൾ ചോദിക്കാൻ പാടില്ലേ? ചോദിച്ചിരിക്കുന്നു, അതിനിയും ചോദിക്കും. അതിനെന്താണ് തെറ്റ്? എനിക്കതാ മനസ്സിലാവാത്തത്. പിന്നെ ഒരു പെൺകുട്ടിയെ നിങ്ങളങ്ങ് കൊണ്ടു നടന്നതിൻ്റെ പേരിൽ ആ പെൺകുട്ടി നിങ്ങളോട് പറഞ്ഞോ നിങ്ങൾ എടുത്ത് ഒക്കത്ത് വെച്ച് കൊണ്ടു നടക്കാൻ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ചേച്ചി. എല്ലാം വിടൂ, പോട്ടെ, എല്ലാം വിടൂ. നിങ്ങൾ തന്നെ പറഞ്ഞ പല സമയത്ത് പറയുന്ന കാര്യങ്ങളിൽ ഒരു ഞങ്ങൾക്ക് ആർക്കും, ഞങ്ങളെ വിടൂ, സാധാരണക്കാർക്ക്, ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും സാധാരണക്കാരൊക്കെ തന്നെ. പക്ഷേ വീഡിയോ ചെയ്യുന്നവർ നമ്മൾ ഇനിയിപ്പം മറ്റേ വലിയ ഇതൊക്കെയാണെന്ന് നിങ്ങൾ പറഞ്ഞു, ഓക്കെ, മനസ്സിലാക്കാം. പക്ഷേ ജനങ്ങൾ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ പറയുന്ന പല കാര്യങ്ങൾക്കും കഴമ്പുള്ളതായിട്ട് ഞങ്ങൾക്കും തോന്നുന്നില്ല. അൻസിബയുടെ കേസ് കഴമ്പില്ലാത്തതുകൊണ്ട് പോലീസ് തള്ളിക്കളഞ്ഞെന്ന് നിങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്കൊരു കഴമ്പ് തോന്നുന്നില്ല. നിങ്ങൾ പലപ്പോഴും പലതാണ് പറയുന്നത്. അതെന്താ നിങ്ങൾ മനസ്സിലാവാത്ത? നിങ്ങളുടെ കൂടെ ഉള്ളവരോട് നിങ്ങൾ ചോദിക്കൂ. ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ തന്നെ എടുത്തൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ പലപ്പോഴും പലതാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? നിങ്ങളെ വിശ്വസിക്കാനുള്ള എന്തെങ്കിലും ഒന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചി കംപ്ലീറ്റ്ലി നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ നിന്നേനെ. പക്ഷെ ഒന്നുമില്ല. പിന്നെ എങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്? പിന്നെ ജസ്റ്റിസ് ഫോർ അൻസിബ അതാണോ ഇപ്പം നിങ്ങളുടെ പ്രശ്നം? അല്ല, അതാണോ ചേച്ചിയുടെ പ്രശ്നം? അതാണോ? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഇവിടെ പലർക്കും പല ഹാഷ്ടാഗുകൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പുരുഷനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് നീതി വേണം എന്ന് സമൂഹത്തിന് തോന്നിയാൽ സമൂഹം മുന്നോട്ട് വരും. സോഷ്യൽ മീഡിയയിലൂടെ ഹാഷ്ടാഗുകൾ ഇടും, ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് അങ്ങനെ തന്നെ ഇടും. അതിനെന്താണ് ഇപ്പം ഇത്ര തെറ്റ്? അല്ല, ഇവരെ വളരെ മോശമായിട്ട് ആരും കമൻറ്റ്, മാന്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക ഇവരോട്. അതാണ് ഞാനിപ്പോഴും പറയുന്നത്. ചോദ്യം ചോദിക്കുക, അതിന് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും പച്ച തെറി വിളിക്കുകയോ വല്ല അപരാധം പറയുകയോ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അതല്ലാതെ ഞങ്ങൾക്ക് എന്താ ഒരു സംശയം ഞങ്ങളുടെ ചോദിക്കാൻ പറ്റത്തില്ലേ? നിങ്ങളൊക്കെ മെയിൻ സ്ട്രീം ചാനലുകൾ വഴി പറയുന്ന കഥകൾ മാത്രം വിശ്വസിച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണോ? നമുക്കൊന്നും തിരിച്ച് ചോദിക്കാൻ പാടില്ലേ? ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു അവ്യക്തത തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ചോദ്യങ്ങൾ തന്നെ ചോദിക്കും. അതിനിപ്പോൾ അത് ഈ നാട്ടിൽ തെറ്റാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഒന്നുകൂടെ തിരക്കി നോക്കാം അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണോ എന്ന്. ബാക്കി തീർച്ചയായിട്ടും പരാതി എടുക്കാൻ വേണ്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. അവർ ഉത്തരവാദിത്തമായിട്ട് അത് ചെയ്യും. ഇങ്ങനെ കമന്റുകൾ ഇങ്ങനെ വരുന്നതിന് തുടർച്ചയായിട്ട് വരുമ്പോൾ ഈ പോലീസിന് ഒരു പരിധി ഉണ്ടാവും. കമന്റ് അല്ലല്ലോ പെർട്ടിക്കുലർ ആയ ചില ആൾക്കാർ ഇരുന്നു കൊണ്ട് വീഡിയോസ് എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫേസ്ബുക്കിലാണോ? അല്ല, യൂട്യൂബും ഉണ്ട്, ഫേസ്ബുക്കിലും ഞാൻ കാണുന്നുണ്ട്. പോസ്റ്റുകൾ ഇടുന്നുണ്ട്.
പോസ്റ്റുകളല്ല, എന്നെ പറ്റിയിട്ട് അപകീർത്തികരമായ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരമായ വീഡിയോകൾ, വളരെ മോശമായിട്ടുള്ള വീഡിയോകൾ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത യൂട്യൂബ് വീഡിയോസ് ആണ് ഞാൻ കൂടുതലായിട്ട് കണ്ടത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വളരെ മോശം, ലജ്ജാകരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഒരു സമൂഹത്തിന് ചേരാത്ത വിധത്തിലുള്ള, അതും ഒരു സ്ത്രീയെ പറ്റിയാണ് പറയുന്നതെന്നുള്ള ഒരു ചിന്തയില്ല. ഇപ്പം അഭിമാനത്തിന്റെ കാര്യത്തിൽ സ്ത്രീ പുരുഷനൊന്നും വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയാണ്, ഒരു സ്ത്രീയാണ്, എതിരെ ഉള്ളതും ഒരു സ്ത്രീയാണല്ലോ, കൂടെ ഉള്ളതും ഒരു സ്ത്രീയാണല്ലോ. അപ്പം അത് പോലും നോക്കാണ്ട് വളരെ മോശമായിട്ടുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക. അത്തരം വീഡിയോസ് നീക്കം ചെയ്യണം എന്നുള്ളതാണ്. നീക്കം ചെയ്യണം എന്ന് മാത്രമല്ല, അതിന്റെ പിന്നിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കണം, കൃത്യമായിട്ട് നിയമത്തിന് മുന്നിലേക്ക് അവരെ കൊണ്ടുവരണം. ഇനി ഒരാൾക്ക് ഈ അനുഭവം ഉണ്ടാകരുത്, അതിനു വേണ്ടിയിട്ടുള്ള കാര്യം. ഈ പറഞ്ഞ നേരത്തെ ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവണം. എനിക്കറിയില്ല, അതൊക്കെ നമ്മൾക്ക് ഊഹാപോഹങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അവരത് വേണ്ട പോലെ നോക്കട്ടെ. എൻ്റെ പുറകിൽ ആരും ഇല്ല കേട്ടോ ചേച്ചി, ഞാൻ നോക്കി, എൻ്റെ പുറകിൽ ആരും ഇല്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, സ്ത്രീ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. സ്ത്രീ മുൻഗണന. ഓപ്പോസിറ്റ് നിൽക്കുന്ന അൻസിബയും ഒരു സ്ത്രീ അല്ലായിരുന്നു? ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ, ഇതും ഇപ്പൊ ചോദിക്കുന്നത് തെറ്റായി മാറുമോ? അയ്യോ, ഇനി ഇതിന്റെ പേരിൽ അടുത്ത പ്രശ്നം വരുമോ? ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ കഴിഞ്ഞ ദിവസം നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞതാ 20 മിനിറ്റ് എങ്കിൽ 20 മിനിറ്റ് വിളിച്ചിരുത്താൻ പാടുണ്ടോ? നിങ്ങളും അവിടുത്തെ SI വിളിച്ചിരുത്താൻ പാടുണ്ടോ? അല്ല, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു സ്ത്രീക്കെതിരെയെന്ന്. അപ്പുറം നിന്ന് ഒരു സ്ത്രീയാ. അതെന്താ, ഞങ്ങൾ ആരും കാണണ്ടേ? അവർക്ക് വേണ്ടി സംസാരിക്കാൻ പാടില്ലേ? അവർക്ക് വേണ്ടി ഈ വീഡിയോ കാണുന്ന ഒരാളും ജസ്റ്റിസ് ഫോർ അൻസിബ എന്നൊരു ഇടാൻ പാടില്ലേ? അല്ല, മനസ്സിലാവുന്നില്ല ചേച്ചി, നിങ്ങൾ തന്നെ ഇതെല്ലാം പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ തന്നെയാണ് കുഴി തോണ്ടുന്നത്, നിങ്ങൾ തന്നെയാണ് അതിനകത്ത് കയറിയിരിക്കുന്നത്, നിങ്ങൾ തന്നെയാണ് ഞങ്ങളോട് മണ്ണ് വാരി ഇടാൻ പറയുന്നത്. പിടികിട്ടിയോ? അല്ലാതെ നമ്മളായിട്ട് ഇവിടുന്ന് പ്രത്യേകിച്ചൊന്നും, നമ്മളായിട്ട് തപ്പിപ്പിടിച്ച് കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ടിനിയോ ടോമിനെതിരെ കുറച്ച് ആളുകൾ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ആളുകൾക്ക് ഇനിയും പറയാനുള്ളതാ. ചേച്ചി, നിങ്ങൾക്ക് അറിയാത്തോണ്ടാ ഞാനത് പറയുന്നില്ല. അവർക്ക് വന്ന് പബ്ലിക്കിനോട് സംസാരിക്കാൻ ഒരു പേടി, അതുകൊണ്ട് മാത്രം ഞാൻ അവരുടെ പേരോ അവരുടെ പ്രശ്നമോ എടുത്ത് പറയുന്നില്ല. നിങ്ങൾ ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? ഇല്ലേ ചേച്ചി? ബഹുമാനപ്പെട്ട ചേച്ചി, ഉണ്ടാക്കിയിട്ടില്ലേ? പലത് കേട്ടു, അതുകൊണ്ട് തന്നെയാ ചോദിക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അതാണ് അവർ പറഞ്ഞത് മാത്രമാണ് ശരിയെന്നല്ല. ചേടാ, ഒരു സംശയം, അത് ചോദിക്കാൻ പാടില്ലേ? ഇനി വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. മാലാപാർവതിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഇന്ന് രാവിലെ വന്നത്. മാലാപാർവതിയും ഒരു യൂട്യൂബ് ചാനലിനെതിരെ കേസ് കൊടുത്തു. ഏത് ചാനലാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? 1 to Talks. ഇത് ആരുടെ ചാനലാന്ന് നിങ്ങൾക്കറിയോ? ഹൈഡ്രോളിയുടെ ചാനലാണ് ഇത്. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യേണ്ട ആ പേര്. ആ വ്യക്തിയുടെ ചാനൽ അതാണ്. ആ വ്യക്തിയുടെ ചാനലാണ്. ആ വ്യക്തി ഈ അമ്മ എന്ന് പറയുന്ന AMMA എന്ന് പറയുന്ന താരസംഘടനയായിട്ടുള്ള കണക്ഷൻസ് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ. അറിയായിരിക്കുമല്ലോ. അവിടുത്തെ എന്ത് കാര്യത്തിനും ആ വ്യക്തിയാണിപ്പോൾ. ആ വ്യക്തിയെ കുറ്റം പറയുകയല്ല ഞാൻ. ആ വ്യക്തിക്കെതിരെ ഒരു പരാതിയുമായി അദ്ദേഹം ഒരു വീഡിയോ ക്ലിപ്പ് എന്തോ പുറത്തു വിട്ടു. അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കേസ് ഇപ്പോൾ ഉണ്ട്. ഇത് നമുക്ക് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അപവാദ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് യൂട്യൂബ് ചാനലിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് നടി മാലാപാർവതി. 1 to Talk എന്ന ചാനലിലാണ് നോട്ടീസ് അയച്ചത്. അമ്മയിലെ CCTV ദൃശ്യങ്ങൾ മാലാപാർവതിക്ക് വേണ്ടി ചോർത്തിയെന്ന് ചാനലിൽ പരാമർശിച്ചിരുന്നു. ജെവിൻ ടുട്ടുവാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജെവിൻ, യൂട്യൂബ് ചാനലിനെതിരെയാണ് ഇപ്പോൾ ഒരു നിയമ നടപടിക്ക് മാലാപാർവതി തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ ഈ അമ്മ വിവാദവുമൊക്കെയായി ബന്ധപ്പെട്ടാണോ? നിമി, അത് തന്നെയാണ്. അമ്മയിലെ ഈ തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ തുടരുന്നതിനിടെയാണ് ഈ മാലാപാർവതിയുടെ പേരിലൊക്കെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വന്നത്. ഈ 1 to Talks എന്ന ചാനലിൽ വന്ന വീഡിയോയിൽ അമ്മയിലെ CCTV ദൃശ്യങ്ങൾ കുക്കു പരമേശ്വരൻ മാലാപാർവതിക്ക് വേണ്ടി ചോർത്തി എന്നതായിരുന്നു ആ യൂട്യൂബ് വീഡിയോയുടെ ടൈറ്റിൽ. അതിൽ വീഡിയോ കണ്ടന്റിൽ പറയുന്നത് ഈ അമ്മയ്ക്കുള്ളിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ നടക്കുന്ന സ്ഥലത്തുള്ള CCTV ദൃശ്യങ്ങൾ മാലാപാർവതിക്ക് ചോർത്തി നൽകി. ആ ദൃശ്യങ്ങൾ പുറത്ത് ചാനലുകളിലടക്കം മാലാപാർവതി എത്തിച്ചു എന്ന തരത്തിലാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ അവരൊരു നിയമ നടപടി എന്ന രീതിയിൽ ആ ചാനൽ ഉടമയ്ക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ പറഞ്ഞത് പൂർണ്ണമായും അപവാദ പ്രചാരണമാണ്, അങ്ങനെയൊരു സംഭവമേ ഇല്ല, അതിന് യാതൊരു തെളിവും ഇല്ല. ഒപ്പം തന്നെ പറഞ്ഞത് പിൻവലിച്ച് മാപ്പ് പറയണം. അത് ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ മാപ്പ് പറയണം. ഇല്ല എന്നുണ്ടെങ്കിൽ 7 ദിവസത്തിനകം മാപ്പ് പറഞ്ഞ്
അത് പിൻവലിച്ചില്ല, വീഡിയോ പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിഫമേഷൻ കേസ്, അതായത് മാനനഷ്ട കേസുമായി പോകും, സിവിൽ ആൻഡ് ക്രിമിനൽ കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത്. ഇത് ആ വീഡിയോ ഒന്ന് പുറത്തു വന്നപ്പോൾ തന്നെ, ചാനലിലൂടെയൊക്കെ പുറത്തു വന്നപ്പോൾ തന്നെ മാലാ പാർവതി അതിൽ വലിയ രീതിയിൽ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ ആ വീഡിയോ ഫേസ്ബുക്കിൽ മാലാ പാർവതി അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റൊക്കെ ഇട്ടിരുന്നു, ആ വീഡിയോ പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ടും ആ യൂട്യൂബ് ചാനൽ ഇതുവരെ അത് പിൻവലിച്ചിട്ടില്ല. അങ്ങനെ പിൻവലിക്കാതിരുന്നതോടുകൂടിയാണ് ഇതൊരു നിയമ നടപടിയിലേക്ക് അവർ പോയിരിക്കുന്നതും ഒരു വക്കീൽ നോട്ടീസ് അയച്ചതും. ഇനി 7 ദിവസത്തിനകം അത് പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇതിൽ ഡിഫമേഷൻ കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് മാലാ പാർവതിയുടെ തീരുമാനം. താരസംഘടനയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഒരു ചാനലിനെതിരെ, ഈ ചാനലിനെതിരെ നേരത്തെയും അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മാലാ പാർവതി അതിലൊരു നടപടിക്ക് കൂടി വന്നിരിക്കുന്നത്. ഓക്കെ, കാര്യം നിങ്ങളെല്ലാവരും കേട്ടല്ലോ. ഇവിടെ എനിക്ക് പറയാനുള്ളത്, മാലാ പാർവതിയുടെ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ആദ്യമേ പറഞ്ഞു സാധനം റിമൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ ഡിഫമേഷൻ കേസുമായിട്ട് പോകും. ഇങ്ങനെയാണ് പരിപാടി നടക്കുന്നത്. നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ചേച്ചി ഡിഫമേഷൻ കേസിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ ദിവസം ഈ അൻസിബയുടെ വിഷയത്തിലാണ് ചേച്ചി പറഞ്ഞത് അൻസിബയ്ക്കെതിരെ ഞാൻ ഡിഫമേഷൻ കേസ് കൊടുക്കും. ഇന്നത് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഡിഫമേഷൻ കേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാ, എന്നിട്ടും യൂട്യൂബേഴ്സൊക്കെ വീഡിയോ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് വിടുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം അൻസിബയ്ക്കെതിരെ എല്ലാവരും കേട്ടതാണ്, എൻ്റെ പ്രിയങ്കരിയായ ബഹുമാനപ്പെട്ട ലക്ഷ്മിപ്രിയ ചേച്ചി, എല്ലാവരും കഴിഞ്ഞ ദിവസം കേട്ടതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ഇവർ കഴിഞ്ഞ ദിവസം പറയുന്നത് ഡിഫമേഷൻ കേസ് അൻസിബയ്ക്കെതിരെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ഇന്നിപ്പോൾ അത് യൂട്യൂബേഴ്സിനെയും കൂടെ നെഞ്ചത്തോട്ട് വെച്ചിട്ടുണ്ട്. ചേച്ചി കുഴപ്പമൊന്നുമില്ല, ചേച്ചി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ സൈഡിൽ കംപ്ലീറ്റ്ലി സത്യമുണ്ടായിരിക്കണം. മനസ്സിലായോ? ഞാനിവിടെ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ കാണിച്ചിട്ടാണ് സംസാരിച്ചത് പോലും. അതിനുള്ള ഉത്തരം പോലും ഇല്ല. നേരെ മറിച്ച് ഇല്ലാതാക്കുക, വാ മൂടിക്കെട്ടിക്കുക. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തിന് പേടിക്കുന്നു? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ ആരെങ്കിലും തെറി പറഞ്ഞോ സോഷ്യൽ മീഡിയയിലൂടെ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തിന്? നമ്മൾ സംശയങ്ങൾ ചോദിച്ചാൽ പോരെ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേൾക്കുന്നു, എന്താ ചേച്ചി ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ ചോദിക്കാം. അതിന് തെറ്റുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ പറ, അതിന് തെറ്റുണ്ടോ? ഞാൻ പല കഥകൾ കേൾക്കുന്നു, ചിലതിൻ്റെയൊക്കെ പ്രൂഫും കിട്ടുന്നു, കാണിച്ചു ചോദിക്കുന്നു. ഇതെന്താ ഇങ്ങനെ? ഇതിനാണോ അന്ന് പോയത്? അല്ലെങ്കിൽ അന്നെടുത്തതേ ഒരു വീഡിയോ ഒരു ഇൻസ്റ്റാഗ്രാം ഒരു അക്കൗണ്ടിൽ കിടപ്പുണ്ടായിരുന്നു, ഇപ്പം അത് കാണുന്നില്ല. ഞാനത് കണ്ടതാ, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എവിടെയത്? എന്തിനാ അത് പോയത്? എങ്ങനെ പോയി അത്? എടാ, ഇതൊക്കെ ചോദിക്കുന്നതിന് എന്താ ഇത്ര പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, സീരിയസ്ലി. ഇനി ഒരു വ്യക്തി എനിക്ക് അയച്ചു തന്ന ഒരു സാധനമുണ്ട്, ഈ അമ്മ എന്ന് പറയുന്ന താരസംഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുള്ളൊരു കാര്യം എനിക്ക് അയച്ചു തന്നു. ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. നിങ്ങളിത് എല്ലാവരും കേൾക്കണം. ഞാൻ സൈഡിൽ വെച്ചേക്കാം, ഞാൻ വായിച്ചു തരാം, നിങ്ങളിത് കേൾക്കണം. ഈ റൈറ്റിങ്ങിലുള്ള കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമായിട്ട് ഇപ്പോൾ ഇത് പറയേണ്ട കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അതുകൊണ്ടാണ് ഇടയ്ക്ക് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, നമ്മുടെ എന്താ അയാളുടെ പേര്, അയ്യോ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നമ്മുടെ ഇടവേള ബാബു, സോറി, ഞാൻ നേരത്തെ ബാബുരാജ് എന്നാണോ പറഞ്ഞെങ്കിൽ തെറ്റിയതാണ്, ഇടവേള ബാബു. അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കി നടന്ന ഒരു വ്യക്തിയാണ്. ഏതിൻ്റെ? അമ്മ സംഘടനയുടെ. ആ സമയത്ത് പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഒരിക്കലും പോലീസ് സ്റ്റേഷനിലെത്തി ഞാൻ കണ്ടിട്ടില്ല. എല്ലാം അവിടെ തന്നെ കോംപ്രമൈസിങ് ആണ്. പക്ഷെ ഇവിടെ എല്ലാം പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ട് താരസംഘടനയിൽ തന്നെ ഇതൊന്നും തീർപ്പാവുന്നില്ല? അപ്പോൾ അതിനകത്ത് മേളിലിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടല്ലേ? അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം, ഇത് കേൾക്കണം. എന്നിട്ട് വേറൊരു കാര്യം, ഊർദ്ധശ്വാസം വലിക്കുന്ന അമ്മ, മലയാളികൾ ആരാധിക്കുന്ന ഒരു കൂട്ടം താരങ്ങൾക്കുമപ്പുറം കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും മാഞ്ഞു തുടങ്ങിയ ഒരു പറ്റം കലാകാരന്മാർക്ക് താങ്ങും തണലുമായി നിന്ന അമ്മ എന്ന താരസംഘടനയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു. പൊട്ടിത്തെറികൾ ഈ സംഘടനയിൽ സുപരിചിതം ആയിരുന്നെങ്കിൽ പോലും മുൻപ് അമ്മ എന്ന സംഘടന നയിച്ചിരുന്നവരുടെ നേതൃപാടവം സംഘടനയുടെ മുഖം രക്ഷിച്ചു പോന്നു. ഇന്നസെന്റ് എന്ന നടൻ മികച്ച ഒരു നടൻ എന്നതിലുപരി ഒരു മികച്ച നേതാവ് കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയിലെ പ്രവർത്തന നാളുകൾ ആണ്. സത്യം, മുൻകാലത്തെ അപേക്ഷിച്ച് കലാമൂല്യമുള്ള സിനിമകൾ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും മലയാളം ഫിലിം ഇൻഡസ്ട്രി മോഹൻലാൽ എന്ന നടനെ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നത് എന്ന് കാണേണ്ടി വരും. സത്യമാണ്, മോഹൻലാലിനെ മാത്രമല്ല മമ്മൂക്കേനെ കാണേണ്ടി വരും.
അത് മനസ്സിലാവാൻ മോഹൻലാൽ സിനിമകൾ തുടർച്ചയായി പരാജയം ആയിക്കൊണ്ടിരുന്ന കാലം ഓർത്താൽ മതി. വാഴ പോലുള്ള സിനിമകൾ മറന്നിട്ടില്ല. കൺസിസ്റ്റൻസിയുടെ കാര്യമാണ് പറഞ്ഞത്. വാഴ പോലുള്ള വൺ ടൈം വണ്ടർ മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്യുമെങ്കിലും അമ്മ എന്ന സംഘടനയ്ക്ക് എന്ത് പ്രയോജനം? സത്യം, സംഘടന നടന്നു പോകണമെങ്കിൽ മികച്ച സംഘാടകരും മികച്ച മൂല്യമുള്ള താരങ്ങളും ആവശ്യമാണ്. നിലവിൽ അമ്മ സംഘടനയിൽ ഇത് രണ്ടുമില്ല. മൂല്യമുള്ള താരങ്ങൾ എന്ന് പറയുമ്പോൾ സിനിമ പോലുള്ള ഇൻഡസ്ട്രി എന്തൊക്കെ പറഞ്ഞാലും താരമൂല്യത്തിൽ ഊന്നി നിൽക്കുന്ന ഒന്നാണ്. അതിന് തെളിവാണ് കഴിഞ്ഞ 14 മാസം കൊണ്ട് മോഹൻലാൽ എന്ന നടൻ ഏകദേശം 1000 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയത്. അതിൽ എല്ലാ സിനിമകളും മികച്ചവ ആണെന്ന് അഭിപ്രായമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സ്റ്റാർ വാല്യൂ കൂടി കൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. അമ്മയിലേക്ക് തിരിച്ചു വരാം. അമ്മ സംഘടനയിലെ പുതിയ കമ്മിറ്റി അംഗങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ പുരികം ചുളിച്ചു പോയെങ്കിലും ഇതിൽ ഒരു മുൻവിധി പാടില്ല എന്ന ചിന്തയാണ് എനിക്കുണ്ടായത്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന പേക്കൂത്തുകൾ കാണുമ്പോൾ എൻ്റെ സംശയം തെല്ലും തെറ്റിയില്ല എന്ന് മനസ്സിലാവുന്നു. താരങ്ങളെ കാണുമ്പോൾ സെൽഫി എടുക്കാൻ പാഞ്ഞെടുക്കുന്ന ആരാധക വൃന്ദം. ഇങ്ങനെ പോയാൽ വലിയ താമസമില്ലാതെ ഇവരെ കണ്ടാൽ ചെരിപ്പൂരി എറിയാൻ ചാൻസ് ഉണ്ട്. കറക്റ്റാണ്. ഒരു സിനിമ ഡയലോഗ് കടമെടുത്താൽ ഇന്നസെന്റേട്ടനെയൊക്കെ ഓർക്കുമ്പോഴാ ഇതിനെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത്. എന്തായാലും ഇതുവരെ മരിച്ചിട്ടില്ലാത്ത അമ്മ സംഘടനയ്ക്ക് എൻ്റെ അഡ്വാൻസ് ആദരാഞ്ജലികൾ. എന്തായാലും ഈ ഒരു റൈറ്റിങ്ങിന്, ഈ ഒരു സൃഷ്ടിക്ക് ഒരുപാട് താങ്ക്സ്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമല്ലേ? ഇല്ലാതായിക്കൊണ്ടിരിക്കുക താരസംഘടന. ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഇതുവരെയായിട്ടും ഈ ഒരു പ്രശ്നത്തിൽ തലവെച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ട് അവരെ കുറ്റം പറയാൻ നിൽക്കണ്ട? അവരവരുടെ കാര്യം നോക്കി പോവുക. അവർക്കറിയാം ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ നാറ്റ കേസാണ്. അതിനകത്ത് ഇപ്പോൾ ഇരിക്കുന്ന ശ്വേതാ മേനോനെ പോലുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. മാധ്യമത്തിന്റെ ഫ്രണ്ടിൽ വന്ന് ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും നടക്കുന്നില്ല. അതിനകത്ത് തീർക്കേണ്ട കാര്യങ്ങൾ തീർക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിന് അൻസിബയോ അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയയോ ടിനി ടോമിനെയോ അല്ല കുറ്റം പറയേണ്ടത്. ആദ്യം കുറ്റം പറയേണ്ടത് അമ്മയുടെ മേളിലിരിക്കുന്ന ആളുകളെ തന്നെയാണ്. കഴിവില്ലാത്തതുകൊണ്ടാ. നിങ്ങളെ കൊണ്ട് കഴിവുണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് ഇതൊക്കെ പുറത്തറിയില്ലായിരുന്നു, അകത്ത് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് നീറ്റായിട്ട് തീർക്കായിരുന്നു. അതും കൂടെ ഒന്ന് പറഞ്ഞു പോകണം എന്നെനിക്കുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇടവേള ബാബു, ഇന്നസെന്റ് ഏട്ടൻ പോയി, സംഘടന പോയി. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. എൻ്റെ പൊന്നാര ലക്ഷ്മിപ്രിയ ചേച്ചി, ബഹുമാനപ്പെട്ട ലക്ഷ്മിപ്രിയ ചേച്ചി ഉള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളേ, സംശയങ്ങൾ ചോദിച്ചതേ ഉള്ളേ. ഇനി വീണ്ടും അടുത്തതുമായിട്ട് വീണ്ടും നെഞ്ചത്തോട്ട് വരല്ലേ, ഗുണ്ടകളെ ഒന്നും അയക്കല്ലേ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. പേടിപ്പിച്ചിട്ട് കാര്യമില്ല കേട്ടോ.